ദൈവത്തിൻ്റെ ഏറ്റവും പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാവട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ഡമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവിൻ. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. ഈ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യയിലെ സഭയെ അഭിസംബോധന ചെയ്യുന്നു. അവർ പുളിപ്പില്ലാത്തവരായതിനാൽ പുതിയ പിണ്ഡമാകുന്നതിന് പഴയ പുളിമാവ് ഒഴിവാക്കണമെന്ന് അവരെ പ്രേരിപ്പിക്കുന്നു. പെസഹ പെരുന്നാളിനുള്ള തയ്യാറെടുപ്പിനായി തങ്ങളുടെ വീടുകളിൽ നിന്ന് പുളിമാവ് അല്ലെങ്കിൽ ഈസ്റ്റ് നീക്കം ചെയ്യുന്ന യഹൂദ പാരമ്പര്യത്തെയാണ് ഈ രൂപകഭാഷ ആകർഷിക്കുന്നത്. തുടർന്ന് പൗലോസ് ക്രിസ്തുവുമായുള്ള ബന്ധം ഇവിടെ സ്ഥാപിക്കുകയാണ്. അവൻ വിശ്വാസികൾക്കുള്ള യഥാർത്ഥ പെസഹ ബലിയാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. 1 കൊരിന്ത്യർ 5:7 നിലവിലുള്ള പ്രധാന വിഷയം ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പ് വേലയിലുള്ള ധാർമ്മിക ശുദ്ധിയിലേക്കും ആത്മീക പരിവർത്തനത്തിലേക്കുമുള്ള ആഹ്വാനമാണ്. ശുദ്ധീകരണത്തിൻ്റെയും പുതുക്കലിൻ്റെയും ആശയം അറിയിക്കാൻ അപ്പോസ്തലനായ പൗലോസ് പെസഹായുടെ ചിത്രം ഇവിടെ ഉപയോഗിക്കുകയാണ്. കൊരിന്ത്യൻ വിശ്വാസികളെ പാപകരമായ സ്വാധീനങ്ങളിൽ നിന്ന് സ്വയം മോചിപ്പിക്കാനും ക്രിസ്തുവിലുള്ള അവരുടെ പുതിയ ഐഡന്റിറ്റിക്ക് അനുസൃതമായി ജീവിക്കുവാനും പ്രോത്സാഹിപ്പിക്കുന്നു. ഈ വാക്യത്തിൻ്റെ സന്ദർഭം അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിന് പ്രധാനമാണ്. മുമ്പത്തെ വാക്യങ്ങളിൽ കൊരിന്ത്യൻ സഭയ്ക്കുള്ളിലെ ലൈംഗിക അധാർമികതയുടെ ഒരു പ്രത്യേക കേസിനെ പൗലോസ് അഭിസംബോധന ചെയ്യുന്നു. പെരുമാറ്റത്തെ അപലപിക്കുകയും അച്ചടക്ക നടപടി സ്വീകരിക്കുവാൻ സഭയെ പ്രേരിപ്പിക്കുകയും ചെയ്യുകയാണ്. വിശുദ്ധിയുടെ നിലവാരം നിലനിർത്തേണ്ടതിൻ്റെ പ്രാധാന്യം അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. ഈ വാക്യത്തിൽ അവരുടെ ഇടയിൽ നിന്ന് പാപവും അശുദ്ധിയും ഇല്ലാതാക്കുന്നതിനുള്ള ഒരു പുതിയ രൂപകമായി പുളിമാവിനെ ശുദ്ധീകരിക്കുക എന്ന ആശയം അദ്ദേഹം ഉപയോഗിക്കുന്നു. ബൈബിളിലെ പുളിമാവിൻ്റെ പ്രതീകാത്മകതയ്ക്ക് ഇരട്ട അർത്ഥമുണ്ട്. ഒരു വശത്ത് പുളിമാവ് പലപ്പോഴും പാപത്തോടും അഴിമതിയോടും ബന്ധപ്പെട്ടിരിക്കുന്നു. യഹൂദ പാരമ്പര്യത്തിൽ പാപം നീക്കി ഒരു പുതിയ തുടക്കം സ്വീകരിക്കുന്നതിൻ്റെ പ്രതീകമായി പെസഹ സമയത്ത് വീട്ടിൽ നിന്ന് പുളിച്ച മാവ് നീക്കം ചെയ്യപ്പെടേണ്ടതായിരുന്നു. അതുപോലെ കൊരിന്ത്യയിലെ സഭയിൽ നുഴഞ്ഞു കയറിയ പാപകരമായ സ്വാധീനങ്ങളെ പ്രതിനിധീകരിക്കാൻ പൗലോസ് പുളിമാവിൻ്റെ ചിത്രം ഉപയോഗിക്കുന്നു. ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നു. മറുവശത്ത് പുളിമാവിന് സ്വാധീനത്തെയും വ്യാപനത്തെയും പ്രതീകപ്പെടുത്താൻ കഴിയും. പുളിമാവ് കുഴച്ചതു മുതൽ പൊങ്ങാനും അപ്പം മുഴുവൻ വ്യാപിക്കാനും ഇടയാക്കുന്നത് പോലെ പാപവും അധാർമികതയും വ്യാപിക്കുകയും അഭിസംബോധന ചെയ്തില്ലെങ്കിൽ വിശ്വാസികളുടെ മുഴുവൻ ശരീരത്തെയും ബാധിക്കുകയും ചെയ്യും. പഴയ പുളിമാവ് നീക്കം ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്യുന്നതിലൂടെ പാപത്തിൻ്റെയും അഴിമതിയുടെയും കളങ്കമില്ലാത്ത ശുദ്ധമായ സഭയ്ക്കു വേണ്ടിയാണ് പൗലോസ് വാദിക്കുന്നത്. ഉളുപ്പില്ലാത്ത എന്ന നിലയിൽ പുതിയ പിണ്ഡം ആയിത്തീരുക എന്ന ആശയം സുവിശേഷത്തിൻ്റെ പരിവർത്തന ശക്തിയെക്കുറിച്ച് സംസാരിക്കുന്നു. പാപത്തിൻ്റെ പഴയ ജീവിതത്തിൻ്റെ സ്വാധീനത്തിൽ നിന്ന് സ്വതന്ത്രമായി ക്രിസ്തുവിലുള്ള അവരുടെ പുതിയ ഐഡന്റിറ്റിക്ക് അനുസൃതമായി ജീവിക്കുവാൻ പൗലോസ് വിശ്വാസികളെ ഉദ്ബോധിപ്പിക്കുന്നു. വിശ്വാസികൾ നീതിയിലും വിശുദ്ധിയിലും ജീവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നതായതിനാൽ ക്രിസ്തുവിലുള്ള പുനരുജ്ജീവനത്തിൻ്റെയും പുതിയ ജീവിതത്തിൻ്റെയും ബൈബിൾ പ്രമേയം ഇത് പ്രതിധ്വനിക്കുന്നു. കൊരിന്ത്യർ 5:7 ആധ്യാത്മിക പ്രാധാന്യം ക്രിസ്തു നമ്മുടെ പെസഹ ബലിയാണെന്ന പ്രഖ്യാപനത്തിലാണ്. ഈ ബന്ധം വരച്ചുകൊണ്ട് വിശ്വാസികൾ പാപത്തിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുകയും നവീകരിക്കപ്പെടുകയും ചെയ്യുന്ന മാർഗമായി ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ പ്രവർത്തനത്തിലേക്ക് പൗലോസ് വിരൽ ചൂണ്ടുന്നു. ഇസ്രായേലിയുടെ മോചനത്തിനായി പെസഹ കുഞ്ഞാടിനെ ബലിയർപ്പിച്ചതുപോലെ ക്രിസ്തുവിൻ്റെ ബലിമരണവും പുനരുദ്ധാനവും വിശ്വാസികൾക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ശക്തിയിൽ നിന്ന് മോചനം നേടാനുള്ള വഴിയൊരുക്കുന്നു. 1 കൊരിന്ത്യർ 5:7 ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പ് വേലയിലൂടെ ധാർമ്മിക ശുദ്ധിയിലേക്കും ആത്മീയ പരിവർത്തനത്തിലേക്കും ഉള്ള ആഹ്വാനത്തിൻ്റെ ഉജ്ജ്വലമായ ഓർമ്മപ്പെടുത്തലായി നിലനിൽക്കുന്നു. പഴയ പുളിമാവിനെ ശുദ്ധീകരിച്ച് ഒരു പുതിയ പിണ്ഡമായി മാറുന്നതിൻ്റെ ചിത്രം വിശ്വാസികൾ പാപകരമായ സ്വാധീനങ്ങളിൽ നിന്ന് സ്വയം മോചിപ്പിക്കുകയും ക്രിസ്തുവിലുള്ള തങ്ങളുടെ പുതിയ ഐഡന്റിറ്റിക്ക് അനുസൃതമായി ജീവിക്കുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെ അടിവരയിടുന്നു. ക്രിസ്തുവിനെ നമ്മുടെ പെസഹ ബലിയായി പ്രഖ്യാപിക്കുന്നതിലൂടെ സുവിശേഷത്തിൻ്റെ പരിവർത്തന ശക്തിയും അവനിലുള്ള വിശ്വാസത്തിലൂടെ വിശ്വാസികൾക്ക് അനുഭവിക്കുവാൻ കഴിയുന്ന പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തെയും
പൗലോസ് ഇവിടെ എടുത്തു കാണിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ.